നമസ്കാരം, വന്ദനം, നമോ, വാഗം. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി അധികാരമേറ്റു. കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി അധികാരമേറ്റതിനു ശേഷം സുരേഷ് ഗോപിയുടെ ചുറ്റും വലിയ രീതിയിലുള്ള ഉപചാപക വൃന്ദം രൂപപ്പെടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. BJPക്ക് അകത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടുകളാണ് ഇതൊക്കെ. പക്ഷേ ഞാനാണ് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായിട്ട് ശ്രമം നടത്തിയത്, ഞാനാണ് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായിട്ട് ശ്രമം നടത്തുന്നത് എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിക്ക് ചുറ്റും ഇത്തിൽ കണ്ണികൾ വന്നു കൂടുകയാണ് എന്നാണ് BJPക്ക് അകത്ത് നിന്ന് തന്നെ കിട്ടുന്ന റിപ്പോർട്ട്. സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിൽ സുരേഷ് ഗോപി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു സെലിബ്രിറ്റി എന്ന നിലയ്ക്ക് ഞാൻ പോകുമെന്ന്. സെലിബ്രിറ്റി എന്ന നിലയ്ക്ക് ഞാൻ പോയി, ഞാൻ കാശ് വാങ്ങിച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്യും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സുള്ളതുകൊണ്ട് അങ്ങേര് പറഞ്ഞു, സെലിബ്രിറ്റി ആയിട്ട് ഞാൻ പോയി ഉദ്ഘാടനം ചെയ്ത് കാശ് വാങ്ങിക്കുമെങ്കിലും അതിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു. ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങളിൽ അതൊക്കെ ഊതി വീർപ്പിച്ച് വലിയ സംഭവമാക്കി. സുരേഷ് ഗോപിയുടെ ധാർഷ്ട്യമാണ്, ഫാസിസമാണ്, നാസിസമാണ്, മുസോളിനിസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അവർ വാർത്തയടിച്ചു. അതിനുശേഷം സുരേഷ് ഗോപി വീണ്ടും ക്ലാരിഫൈ ചെയ്യാനായിട്ട് വന്നിട്ട് സുരേഷ് ഗോപി പറഞ്ഞു, എടേ ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്, അതായത് ഉദ്ഘാടനത്തിന് സെലിബ്രിറ്റി ആയിട്ട് ഞാൻ പോകും, അങ്ങനെ പോകാനുള്ള പ്രൊവിഷൻ എനിക്കുണ്ട്. ആസ് എ കേന്ദ്രമന്ത്രി ഞാൻ പോകില്ല, സെലിബ്രിറ്റി ആയിട്ട് ഞാൻ പോകും. അങ്ങനെ പോയി കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, കാശ് വാങ്ങിക്കും, ആ കാശ് പാവപ്പെട്ടവർക്ക് കൊടുക്കും എന്നാണ് പറഞ്ഞത്. നീക്ക് എന്തേ അത് കാണാത്തത് എന്ന് സുരേഷ് ഗോപി ചോദിക്കുകയും ചെയ്തു. ഇത് ഒന്നാമത്തെ കാര്യം. പക്ഷെ ഞാൻ ഇതിനകത്ത് കാണുന്ന വലിയൊരു അപകടമുണ്ട്. അപകടം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി സെലിബ്രിറ്റി ആയിട്ട് തന്നെയാണ് പോകുന്നത്. സുരേഷ് ഗോപി സെലിബ്രിറ്റി ആയിട്ട് ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാനാണ് പോകുന്നതെന്ന് വെച്ചോളൂ. സ്വർണ്ണക്കട സുരേഷ് ഗോപി സെലിബ്രിറ്റി ആയിട്ട് പോകുന്നു. മമ്മൂട്ടി, മോഹൻലാലൊക്കെ പോകാറുണ്ടല്ലോ. അങ്ങനെ പോയി സുരേഷ് ഗോപി ആ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യുന്നു. നാളെ ആ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ് സുരേഷ് ഗോപി അങ്ങ് പോകും, സെലിബ്രിറ്റിയാണ്. പക്ഷെ നാളെ ആ സ്വർണ്ണക്കടക്കെതിരെ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വരുന്നുവെന്ന് ചുമ്മാ ഒന്ന് സങ്കല്പിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കട ഉദ്ഘാടനം ചെയ്തത് സെലിബ്രിറ്റി ആയിട്ടുള്ള സുരേഷ് ഗോപിയാണെന്ന് പറയുമോ, അതേ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയാണെന്ന് പറയുമോ എതിരാളികൾ? അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങളുണ്ട്. ആ സമയത്ത് ഉമ്മാരെല്ലാം കൂടെ ആ സ്വർണ്ണക്കട മുതലാളിയുടെ കൂടെ സുരേഷ് ഗോപി നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വലിയ രീതിയിൽ പ്രചരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്ത് അത്തരത്തിലൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ സുരേഷ് ഗോപിയുടെ ചുറ്റും വട്ടം കറങ്ങുന്ന ഒരു കൃഷ്ണഭക്തയുണ്ട്, ഒരു മുസ്ലിം കൃഷ്ണഭക്ത. ആ കൃഷ്ണഭക്ത എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പടം മാത്രമേ ഞാൻ വരയ്ക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്ന ഒരു കൃഷ്ണഭക്തയാണ്. അവരുടെ പേര് ഇവിടെ പറയാനായിട്ട് നിർവാഹമില്ല. നിങ്ങൾ പല ആൾക്കാരും കമന്റ് ബോക്സിൽ വന്ന് പറയടാ, പേര് പറയടാ എന്ന്. പേര് പറഞ്ഞാൽ എനിക്കെതിരേക്ക് വരുന്ന കേസ് നീ വാദിക്കൂടാ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അതായത് നമ്മുടെ നിയമം അങ്ങനെയാണ്. നിയമം അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് കമന്റ് ബോക്സിൽ വന്ന് കിടന്ന് ഇങ്ങനെ മെഴുകുന്നത്. അതായത് ആ മുസ്ലിം കൃഷ്ണഭക്തയാണെങ്കിൽ സുരേഷ് ഗോപി എവിടെ പോയിരുന്നാലും സുരേഷ് ഗോപി പോലും പറയാതെ സുരേഷ് ഗോപിയുടെ പിറകെ കിടന്ന് ഓടുകയാണ്. സുരേഷ് ഗോപി കളക്ടറേറ്റിൽ ഈ വിജയിച്ച സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതെല്ലാവരും പോകുമല്ലോ. തൃശ്ശൂർ കളക്ടറേറ്റ് ചെന്നപ്പോൾ അവിടെ ഇവർ പ്രത്യക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് BJP പ്രവർത്തകർ സുരേഷ് ഗോപിക്ക് സ്വീകരണം കൊടുത്തപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. പിന്നെ അതിനുശേഷം അവർ സംഘ കാര്യാലയത്തിലേക്ക് സുരേഷ് ഗോപി പോയപ്പോൾ ആരും വിളിക്കാതെ അതിനകത്തേക്ക് കയറി ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് RSS ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയത്. അങ്ങനെ RSS ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ ഒരുപാട് പേർക്കെതിരെ ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുണ്ടെന്ന്. അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നും പിന്നെ ചില മാധ്യമങ്ങൾക്കൊക്കെ ബൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്, അവർ പല ആൾക്കാരെയും റേപ്പ് ചെയ്തു എന്നും അവരെ പല ആൾക്കാരെയും റേപ്പ് ചെയ്തു എന്നും അങ്ങനെ റേപ്പ് ചെയ്തതിൻ്റെ പേരിലാണ് കേസ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞാണ് അവർ വലിയ രീതിയിലുള്ള ബഹളവും കോലാഹലവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ FIR സഹിതം ഇവിടെ പറയാം, അതായത് FIRന്റെ നമ്പർ സഹിതം ഇവിടെ പറയാം. മാറാട് പോലീസ് സ്റ്റേഷൻ, പോരാത്തതിന് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ, കോഴിക്കോട് അത്തോളി പോലീസ് സ്റ്റേഷൻ, കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ, ഇവിടെ എല്ലാവർക്കും ഇവര് ഒരു 10ൽ കൂടുതൽ കേസുകൾ പല ആൾക്കാർക്കെതിരെ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പല ആൾക്കാർക്കെതിരെ 10ൽ കൂടുതൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ക്രൈം നമ്പർ ഇപ്പൊ മാറാടാണെങ്കിൽ ക്രൈം നമ്പർ 337/18, കൊയിലാണ്ടി ആണെങ്കിൽ 631/2018, കൊയിലാണ്ടിയിൽ കൊടുത്തിരിക്കുന്ന വേറെ കേസ് 490/2019, താമരശ്ശേരിയിൽ 439/2006, കോഴിക്കോട് ടൗൺ പോലീസിൽ ക്രൈം നമ്പർ 1015/2020. ഇതൊക്കെയാണ് ക്രൈം നമ്പർ എന്ന് പറയുന്നത്. ആർക്ക് വേണോ എടുത്ത് പരിശോധിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിൽ ട്വിസ്റ്റ് എവിടെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കോടതിയിലെത്തുമ്പോൾ പൊളിഞ്ഞു പോകും എന്നുള്ളതാണ്. കോടതി ഇവർ ഒരിക്കലും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു സ്ത്രീയല്ല എന്ന് പറഞ്ഞ് വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം കോടതിയിൽ അത്തരത്തിലുള്ള ജഡ്ജ്മെന്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ജഡ്ജ്മെന്റിന്റെ കോപ്പിയൊക്കെ ഇവിടെ കൊടുത്തോളാം. ഇതാണ് ആ ജഡ്ജ്മെന്റിന്റെ കോപ്പി. അതായത് ഉത്തമ, കൊയിലാണ്ടി പോലീസ് ക്രൈം 631/2018. ഈ പീഡനക്കേസ് കള്ളക്കേസാണെന്ന് കണ്ടെത്തി ഹൈക്കോടതി വനിതാ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് MR അനിത തന്നെ ഇത് സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേരള ഹൈക്കോടതിയുടെ സംഭവത്തിൽ ഒരു അപൂർവ സംഭവമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അങ്ങനെ സ്റ്റേ ചെയ്തുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന ഉത്തരവിൽ എഴുതിയിരിക്കുന്ന പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അതായത്
സിൻസ് ദ എവിഡൻസ് ഓഫ് PW1, അതായത് PW1 എന്ന് പറഞ്ഞാൽ യുവതിയാണ്, ഈസ് നോട്ട് റിലയബിൾ ആൻഡ് ട്രസ്റ്റ് വർത്തി, ഇറ്റ് ഈസ് ഹെൽഡ് ദാറ്റ് ഹെർ എവിഡൻസ് ഈസ് നോട്ട് സഫീഷ്യന്റ് ടു കൺവിക്ട് ദ അക്യൂസ്ഡ്, ഹെൻസ് ഇറ്റ് ഈസ് ഹെൽഡ് ദാറ്റ് ദ പ്രോസിക്യൂഷൻ ഫെയിൽഡ് ടു പ്രൂവ് ദാറ്റ് ദ അക്യൂസ് കമ്മിറ്റഡ് ദ ഒഫൻസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 376 എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവരുടെ എവിഡൻസുകളൊന്നും, അതായത് ഈ സ്ത്രീ ട്രസ്റ്റ് വേർത്തി ആയിട്ടുള്ള വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു സ്ത്രീ അല്ല എന്നാണ് ആ കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിനകത്ത് പറയുന്നുണ്ട്, ദ എവിഡൻസ് ഓഫ് PW1 ഷോസ് ദാറ്റ് ദ അക്യൂസ്ഡ് ഹാസ് ബ്രൂട്ടലി assaulted her at the time of the committing rape on her on 29/10/2017. If PW1 was brutally assaulted by the accused at the time of committing the rape, naturally there will be injury on the body of PW1. PW3 is the doctor who examined PW1 and issued a medical examination report. From the evidence of PW3, it is evident that there is no injury on the body of PW1 എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്. പിന്നെ ഇവര് പരാതി കൊടുത്ത പല യുവാക്കളുമുണ്ട്. ആ യുവാക്കളുടെ ജഡ്ജ്മെന്റിൽ അടക്കം പറയുന്നുണ്ട് ഇതിൽ വലിയ കഴമ്പൊന്നുമില്ല എന്ന് ജഡ്ജ്മെന്റിൽ അടക്കം പറയുന്നുണ്ട്. ആ ജഡ്ജ്മെന്റിന്റെ കോപ്പിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവർ കൊടുത്ത വേറൊരു പരാതി, അതായത് ക്രൈം നമ്പർ 154/2016. ഈ സ്ത്രീയും അവരുടെ ഭർത്താവും കൊയിലാണ്ടിയിലുള്ള അവരുടെ വീട്ടിൽ വ്യഭിചാര കച്ചവടം നടത്തുന്നു പറഞ്ഞ് കുറച്ച് യുവാക്കൾ അവരെ ചോദ്യം ചെയ്തു. അങ്ങനെ യുവാക്കൾ അവരെ ചോദ്യം ചെയ്തപ്പോൾ അവർക്കെതിരെയും ഗുരുതരമായിട്ടുള്ള പീഡന പരാതി കൊടുത്തു. ഗുരുതരമായിട്ടുള്ള പീഡന പരാതി കൊടുത്തിട്ട് ആ പീഡന പരാതി യുവാക്കൾ അകത്തേക്ക് പോയി. ആ യുവാക്കൾ അകത്തേക്ക് പോയി ഇവർ അവരെ ഭീഷണിപ്പെടുത്തി. അവർ ജാമ്യം എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ ഇവരുടെ ഭീഷണിക്ക് വഴങ്ങി വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിന് ശേഷം ഇവർ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞ് കോടതിയെ അറിയിച്ചു. പക്ഷേ കോടതി അതിൽ വാദം തുടർന്നു മാത്രമല്ല, ഇവരുടെ ഭർത്താവ് കോടതിയിൽ ഹാജരാകാത്തതിനെതിരെ, അതായത് കോടതിയിൽ ഹാജരാകാതെ മുങ്ങി നടക്കുന്നതിനെതിരെ വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ കോടതിയിൽ ഇവർക്കെതിരെ പോലീസ് കൊടുത്ത ചാർജ് ഷീറ്റ് ഉണ്ട്. ആ ചാർജ് ഷീറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചാർജ് ഷീറ്റിൽ കൃത്യമായിട്ട് പോലീസ് പറയുന്നുണ്ട്, ആ ചാർജ് ഷീറ്റിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സബ്മിറ്റിംഗ് ദ ഫൈനൽ റിപ്പോർട്ട് അനിൽകുമാറെ സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ ആ ചാർജ് ഷീറ്റ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേസിന് ആസ്പദമായിട്ടുള്ള സംഭവങ്ങളൊന്നും നടന്നില്ല എന്ന് പറയുന്നുണ്ട്. പോരാത്തതിന് ഇവർ കൊണ്ടുവന്ന തെളിവൊന്നും വിശ്വാസയോഗ്യമല്ലെന്നും തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തെളിവുകൾ അവസാനം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്നും 164 രേഖപ്പെടുത്തിയ പല മൊഴികൾ പോലും ഇവർ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞ് ഈസി ആയിട്ട് മൊഴി മാറ്റി എന്നുമൊക്കെയാണ് ഈ ചാർജ് ഷീറ്റിനകത്ത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പോലീസ്. ആ ചാർജ് ഷീറ്റ് വലിയൊരു ചാർജ് ഷീറ്റാണ്. അത് അത്രയും വലിയൊരു ചാർജ് ഷീറ്റായിട്ട് വായിക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ കുറച്ച് സമയം ഉള്ളതുകൊണ്ട് വായിക്കാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾക്കത് വായിക്കണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവങ്ങളൊക്കെയാണ് സുരേഷ് ഗോപിക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇവർക്കെതിരെ RSSും മറ്റുള്ള സംഘടനകളെല്ലാം കൃത്യമായിട്ട് വാണിംഗ് കൊടുക്കേണ്ട ആൾക്കാർക്കെതിരെ വാണിംഗ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. സുരേഷ് ഗോപി ആരെ കണ്ടാലും, ഞാൻ പറഞ്ഞില്ലേ, രഹന ഫാത്തിമയുടെ ഭർത്താവ്, അതായത് പങ്കാളിയായിട്ടുള്ള അയാൾ പഞ്ചാബിൽ ഗുഡുഗുഡു എന്ന് പറഞ്ഞ് നേരെ ടൂറിന് പോയപ്പോൾ അവിടെ ഏതാ വണ്ടി ഇടിച്ച് വാവളന്ന് ഏതാ ആശുപത്രി കിടന്നപ്പോൾ അവിടെ വരെ സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ മോനുസേ. അപ്പോൾ ശരി.